ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പ്രതിപാദിച്ചത് ഭഗവാൻ ആരാണെന്നും ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ തത്വം എന്താണെന്നുമായിരുന്നു. നമ്മൾ ഈ ഭാഗത്ത് ഭഗവൽ ഭജനം, അതിനാധാരം ഭക്തിയാണ്. ഭക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പ്രതിപാദിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത് എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ്. ഭഗവൽ ഭജനത്തിന് ഭക്തിയാണ് ആധാരം. നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ, ഭാരതത്തിൻ്റെ ഈശ്വര സങ്കല്പം തന്നെ ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഭൗതിക ജീവിത ക്രമമാണെന്ന് ഞാൻ കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഈശ്വര ഭജനത്തിന് അത്യന്താപേക്ഷിതമായ 3 ഘടകങ്ങളുണ്ട്. അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ജ്ഞാന, കർമ്മ, ഭക്തി യോഗങ്ങളിൽ അധിഷ്ഠിതമാണ്. ഇതിൽ സാധാരണക്കാർക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും ഉത്തമമായ വഴി ഭക്തിയാണ്. എന്താണ് ഭക്തി? നമ്മൾ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ഭക്തരാണ്. എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ല. നാരദ ഭക്തി സൂത്രത്തിൽ നാരദമുനി പറഞ്ഞു, സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യലാണ് ഭക്തി. അഥവാ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അത് ബ്രഹ്മതത്വമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് നമ്മൾ പറയുന്ന പേര് പരമാത്മാവ് എന്ന്. ആ പരമാത്മാവിൻ്റെ ഭാഗമായ ജീവാത്മസ്വരൂപങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ആ ജീവാത്മാവിന് പരമാത്മാവിനോട് ചേരുവാനുള്ള അഭിവാഞ്ചയാണ് ഭക്തിക്ക് ആധാരം. അതുകൊണ്ടാണ് സ്വസ്വരൂപമാകുന്ന ആ പരമാത്മ ചൈതന്യത്തെ പ്രാപിക്കുവാൻ, അനുസന്ധാനം ചെയ്യുവാനുള്ള അഭിവാഞ്ചയാണ് ഭക്തിക്ക് ആധാരം എന്ന് നാരദമുനി പറയുന്നത്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എടുക്കുമ്പോഴും എന്നു വേണ്ട എല്ലാ സമയത്തും നാരദ മഹർഷി നാരായണ 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 ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജപം. അപ്പോൾ ഈ ജപത്തോടു കൂടി നിരന്തരമായി ആ ഭഗവത് ചൈതന്യത്തെ പ്രാപിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അതിന് ഒരു മന്ത്രം തന്നെ നിരന്തരമായി ഉരുക്കഴിച്ചുകൊണ്ട്, സാധന ചെയ്തുകൊണ്ട്, ഒടുവിൽ ഭക്തിയുടെ പാരമ്യതയിൽ ഭക്തനും ഭഗവാനും ഒന്നായിത്തീരുന്ന അവസ്ഥ. അതുകൊണ്ടാണ് നമുക്ക് മുക്തി എന്ന് പറയുന്നത് 4 തലത്തിലാണെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. 1 സാലോക്യമുക്തി, 2 സാമീപ്യമുക്തി, 3 സാരൂപ്യമുക്തി, 4 സായുജ്യമുക്തി. സാലോക്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മഭക്തന്മാർ ബ്രഹ്മലോകത്ത്
ശിവഭക്തന്മാർ ശിവലോകത്ത്, വിഷ്ണുഭക്തന്മാർ വിഷ്ണുലോകത്ത് എത്തിപ്പെടുന്ന തലമാണ് സാലോക്യം. സാമീപ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതു മൂർത്തിയെയാണോ നിരന്തരമായി ഉപാസിച്ച് ഒടുവിൽ ആ മൂർത്തിയുടെ സമീപത്തെത്തിപ്പെടുന്ന തലമാണ് സാമീപ്യം. സാരൂപ്യം, ഒരു മൂർത്തിയുടെ രൂപം നമ്മൾ നിരന്തരമായി ഉള്ളിൽ ധാരണ ചെയ്തുകൊണ്ട് നിരന്തരമായ സാധനയുടെ ആ പരിസമാപ്തിയിൽ ആ മൂർത്തി രൂപം തന്നെ ഭക്തന് കൈവരുന്ന അവസ്ഥയാണ് സാരൂപ്യം. അടുത്തതാണ് സായുജ്യം. അത് തൻ്റെ ജീവസ്വരൂപത്തെ സാക്ഷാൽ പരമാത്മ ചൈതന്യത്തിൽ ലയിപ്പിക്കൽ. അതായത് ജനി മരണങ്ങളില്ലാത്ത അവസ്ഥയെ പ്രാപിക്കലാണ് സായുജ്യമുക്തി. ഇതിൽ ഈ സായുജ്യമുക്തി ഒഴികെയുള്ള മറ്റ് ഏതും മുക്തി ഒരു വ്യക്തിക്ക് ലഭിച്ചാലും പിന്നീട് തിരിച്ച് പുണ്യം ക്ഷയിച്ചാൽ തിരിച്ചെത്തണം ഭൂമിയിൽ. അതേസമയം സായുജ്യമുക്തനാണെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് ജനിമരണങ്ങൾ ഉണ്ടാവില്ല. ആ ജീവൻ സ്വാഭാവികമായും പരമചൈതന്യത്തിൽ ലയിക്കും. ഇങ്ങനെ ജനിമരണങ്ങളില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുവാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭക്തിയാണ് പരമപ്രധാനം. ഭക്തിക്ക് ആധാരം സർവചരാചരങ്ങൾക്കുള്ളിലും ഈശ്വരനെ ദർശിക്കുക, സർവ സ്വരൂപങ്ങൾക്കുള്ളിലും തന്നെ തന്നെ ദർശിച്ചുകൊണ്ട് തൻ്റെ ചൈതന്യമാണ് എല്ലാത്തിലും കുടികൊള്ളുന്നത് എന്നറിഞ്ഞുകൊണ്ട് ആ പരമഭാവത്തെ പ്രാപിച്ചുകൊണ്ട് അങ്ങനെ ആത്മാനുഭൂതി അനുഭവിച്ച് ജീവിക്കുവാൻ കഴിയലാണ് ഭക്തിക്ക് ആധാരം. ഈ തലത്തിലേക്ക് ഓരോ ജീവനും ഉയരണം. അങ്ങനെ ഉയർന്ന് ഒടുവിൽ ആ ഭഗവത് സാക്ഷാത്കാരം നേടുക, ഈശ്വര സാക്ഷാത്കാരം നേടി അങ്ങനെ ജീവിക്കാൻ കഴിയലാണ് സദ്യോമുക്തി എന്ന് ഞാൻ കഴിഞ്ഞ ഭാഗത്ത് ചെറുതായെങ്കിലും ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അതിനായി എല്ലാ ഭക്തരുടെയും ഭക്തജനങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതാണ്. ഈ കലിയുഗത്തിൽ നമുക്ക് നാമജപം കൊണ്ട്, ഭക്തിയോടുകൂടിയ നാമജപം കൊണ്ട് ഈശ്വരങ്കലേക്ക് അടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അങ്ങനെ ഈ സമൂഹത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈശ്വര ഭജനം മാത്രമാണ്. ഭക്തിയോടുകൂടിയ ജീവിതമാണ്, മനസ്സിൻ്റെ ശുദ്ധിയാണ്. ഇത് എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കുവാൻ എല്ലാ സുഹൃത്തുക്കളും തയ്യാറാകേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും സാദര നമസ്കാരം.